നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുന്നു, യു പിയിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി എത്തുന്നു, അങ്ങനെ വന്ന സമഗ്രമായ മാറ്റം. അതിന് മുൻപ് ഗൗതം ലൈവിൽ തത്സമയം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സമീപത്തൊരു ദൃശ്യം കൂടി കണ്ടിരുന്നു. തോക്കേന്തിയ പോലീസുകാരുടെ ഒരു യാത്ര. മുൻപൊന്നും കാണാത്ത തരത്തിലേക്ക് കഴിഞ്ഞ് എനിക്കൊന്ന് യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് റോഡുകളിലെ സുരക്ഷ, ആളുകളുടെ സുരക്ഷയ്ക്കൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നത്. യു പിയെ പറ്റി മുൻപ് പറഞ്ഞിരുന്നത് തെരുവിലേക്ക് രാത്രികാലങ്ങളിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമുള്ളൊരു സംസ്ഥാനമായാണ്, വളരെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്ന സംസ്ഥാനം എന്ന രീതിയിലൊക്കെ പ്രചരണം ഉണ്ടായിരുന്നിടത്തു നിന്നാണ് ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി ഉത്തർപ്രദേശ് ഉയർന്നു വരുന്നതിൻ്റെ പ്രധാന ഒരു കാരണം ഈ പോലീസിന് ഇത്തരത്തിൽ സാന്നിധ്യം നിരത്തിലൊക്കെ ഉള്ളത് വലിയ സുരക്ഷയൊക്കെ നൽകുന്നുണ്ട് അല്ലേ? ഉമേഷ്, തീർച്ചയായിട്ടും. അതായത് സുരക്ഷാ ക്രമീകരണങ്ങൾ വലിയ തോതിലുണ്ട് അയോധ്യയിൽ. പ്രത്യേകിച്ച് 22-ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോകുന്നു. മാത്രമല്ല, അയോധ്യ നമുക്കറിയാം വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശമാണ്. ഭാരതത്തിൽ ഒരുപക്ഷെ ഏറ്റവും സുരക്ഷ നൽകേണ്ടതായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തരത്തിലുമുള്ള തർക്കവുമില്ല. കാരണം വലിയ നിയമ പോരാട്ടങ്ങൾ, വർഗീയ ലഹളകൾ, സംഘടനകൾ അതൊക്കെ ഈ ഭൂമിക്ക് വേണ്ടി നടന്നിട്ടുള്ളതാണ്. സ്വാഭാവികമായും 22-ാം തീയതി നടക്കുന്ന ചടങ്ങിനോടനുബന്ധിച്ച് വലിയ സുരക്ഷയും മാധ്യമങ്ങൾക്ക് പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അയോധ്യയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം പൊതുവെ ഉത്തർപ്രദേശിന്റെ ഒരു സാഹചര്യം ഉമേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ യു പിയിൽ മുൻപുള്ളതുപോലെയുള്ള ക്രൈമോ അതല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളോ കൊലപാതകങ്ങളോ അത് വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. കാരണം യു പി ഒരു കാലത്ത് അറിഞ്ഞിരുന്നത് ഗുണ്ടാരാജ് അതല്ലെങ്കിൽ ജംഗിൾ രാജ് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ തന്നെ നമ്മൾ മലയാളികൾ കേൾക്കുന്നത് മുൻപത്തെ ഉത്തർപ്രദേശിനെയും ബീഹാറിനെയും ഒക്കെ താരതമ്യം ചെയ്തിട്ടാണ്. പക്ഷേ ഇന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലായിരിക്കും അതൊക്കെ ഇപ്പം കുപ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്. കേരളത്തിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. മറിച്ച് ഉത്തർപ്രദേശ് വളരെ ശാന്തമാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് സംവിധാനം വളരെയധികം യോഗിയുടെ കാലത്ത് ശക്തമായി കഴിഞ്ഞു. 2017 തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതിന് ശേഷം 2022 കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന് തുടർഭരണം ലഭിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള പഠനം പല ദേശീയ മാധ്യമങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് BJP വിരുദ്ധ സ്വഭാവം എടുക്കുന്ന മാധ്യമങ്ങൾ പോലും നടത്തിയ പഠനത്തിനകത്ത് ചൂണ്ടിക്കാണിച്ചത് സ്ത്രീ വോട്ടർമാരുടെ അതിഭീകരമായ പിന്തുണ യോഗി ആദിത്യനാഥിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ക്രമസമാധാന നില യു പിയിൽ തിരിച്ചു വന്നു. അതായത് മുൻപുള്ളതുപോലെ സ്ത്രീപീഡനങ്ങളോ ഗുണ്ടാരാജോ, മുൻപെന്ന് പറഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ ഒരു നാട്ടിൽ കച്ചവടം നടത്തണമെങ്കിൽ ആ നാട്ടിലെ ഏതെങ്കിലും ഒരു ഗുണ്ടയ്ക്ക് പൈസ നൽകണം. അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിടണമെങ്കിൽ ആ നാട്ടിലെ ഗുണ്ടകളുടെയും മറ്റും അനുമതി ഉണ്ടായേ പറ്റുള്ളൂ. ഈ രീതിയിലുള്ള ഒരു ഗുണ്ടാരാജ് ഒരു കാലഘട്ടത്ത് ഈ സംസ്ഥാനത്ത് നിലനിന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തിയതിന് ശേഷം ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തിന് മുഖച്ഛായ മാറി. ഒരു ഭാഗത്ത് വികസനം, മറുഭാഗത്ത് ഈ ഗുണ്ടാരാജ് എന്ന് പറയുന്നത് കേട്ടുകേൾവിയുള്ള ഒന്ന് മാത്രമായി മാറി. അതിതീവ്രമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി പോലീസ് കൂടുതൽ കരുത്താർജിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം പോലീസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എങ്ങനെയാണ്, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഏത് തരത്തിൽ പെരുമാറുന്നു ആ രീതിയിൽ പെരുമാറുന്ന ഒരു സംവിധാനമാണ്. അതിപ്പോൾ യു പിയിലായാലും കേരളത്തിലായാലും പോലീസ് എല്ലായിടത്തും മികച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഭരണ സംവിധാനങ്ങൾ മികച്ചതാണെങ്കിൽ അവരെ സ്വാഭാവികമായും മികച്ച രീതിയിൽ ഇത് ചെയ്യും എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. ഏതായാലും അയോധ്യ ഉണർന്നു വരുന്നതേ ഉള്ളൂ. അയോധ്യ നഗരം ഇത് നമുക്ക് കുറച്ച് പ്രേക്ഷകരോട് കൂടി ചോദിക്കാം. राम राम भाई साहब। राम राम। अयोध्या में राम मंदिर खुलने वाला है आने वाले महीने में, आप कैसे लगा? बहुत अच्छा लगा। पहले कुछ नहीं था, अब राम मंदिर बन रहा है तो बहुत खुशी है। पहले कुछ नहीं है अयोध्या पे था, लेकिन इतना जितना विकसित हुआ है इस प्रकार से नहीं था। ये विकास का वजह क्या है? अब विकास का वजह जो है मोदी जी हैं, योगी जी हैं, इन्होंने पूरा विकास किया और कभी कोई प्रधानमंत्री और मुख्यमंत्री कभी नहीं किए। अभी नहीं आया, पहले कभी अयोध्या में आते ही नहीं थे। कम से कम हमारे यहाँ योगी जी आते हैं जो है अयोध्या में महीने में 3-4 बार आते रहते हैं। तो अयोध्या का तो विकास वैसे होना है। सब बढ़िया। राम राम।
അതാണ്, അതായത് ഒരു അയോധ്യ നിവാസിയോടാണ് ഉമേഷ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം ഇവിടുത്തുകാരനാണ്, അയോധ്യക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ നേരത്തെ സംസാരിച്ച ആ പോയിന്റാണ്. അതായത് മുൻപ് ഒരു പ്രധാനമന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും അയോധ്യയിലേക്ക് വരത്തില്ലായിരുന്നു എന്നൊരു സാധാരണക്കാരൻ പറയുകയാണ്. അതായത് നേരത്തെ നമ്മൾ ഇത് തന്നെയാണ് പ്രേക്ഷകരിലേക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു പ്രധാനമന്ത്രിയും മുൻപ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഒരു മുഖ്യമന്ത്രിയും, ഉത്തർപ്രദേശിൽ എത്രയോ മുഖ്യമന്ത്രിമാർ പതിറ്റാണ്ടുകളായി അധികാരത്തിലിരുന്നു, അവരാരും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. എന്നാൽ മോദിയും യോഗിയും അങ്ങനെയല്ല. അവരിവിടേക്ക് എത്തുന്നു, ഇവിടെ വികസനം എത്തിക്കുന്നു, അയോധ്യയുടെ ആ പ്രൗഢി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു, അത് വിജയിച്ചിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ച മുഴുവൻ ആളുകളും. ആരും ഒരു എതിരഭിപ്രായം പറഞ്ഞില്ല എന്നതുകൂടി നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ലൈവ് ടെലികാസ്റ്റ് ആണ്. ഇതുവരെ ചോദിച്ച മുഴുവൻ ആളുകളും പറഞ്ഞത് ഇവിടെ വികസനം. വരും ദിവസങ്ങളിൽ അത്തരം വാർത്തകൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഗൗതമ. കാരണം കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അയോധ്യയിലേക്ക് പുറപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ആരെ കൊണ്ടൊക്കെ പറയിപ്പിക്കാൻ പറ്റും അതൊക്കെ അവരുടെ ഭാഗത്തുനിന്നൊക്കെ ശ്രമം ഉണ്ടാകുന്നില്ല. ഗൗതം, വളരെയധികം നന്ദി വിശദമായ വിവരങ്ങൾ അയോധ്യയുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചതിന്.